വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാസർഗോഡ് കാലിക്കടവിൽ സംസ്ഥാനതല ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഘട്ടത്തിലും കേന്ദ്രം സഹായിച്ചില്ലെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടത്. ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സന്ദർശിച്ചു. കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും സഹായിച്ചില്ലെന്നും കേന്ദ്രത്തിന് നശീകരണ വികാരമെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേന്ദ്രം അവഗണിക്കുമ്പോൾ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. 500 പേർ പങ്കെടുത്ത പരിപാടിയിൽ നവകേരളവും ഭാവി വികസന പദ്ധതികളും ചർച്ചയായി. 40 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടി തിരുവനന്തപുരത്താണ് സമാപിക്കുക. 24 കാസർഗോഡ്.